ഇരിക്കൂർ നിയോജകമണ്ഡലം ദിശാദർശന്റെയും വിദ്യാരംഗത്തിന്റെയും നേതൃത്വത്തിൽ കുമാരനാശാൻ സ്മൃതി സദസ്സ് സംഘടിപ്പിച്ചു. മഹാകവി കുമാരനാശാന്റെ ദർശനങ്ങൾ കലാതിവർത്തിയും പുതിയ കാലത്തിന് വെളിച്ചമേകുന്നതുമാണെന്ന് ക്ഷേത്രകലാ അക്കാദമി ചെയർമാനും പ്രശസ്ത സംഗീതജ്ഞനുമായ കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ പറഞ്ഞു. സജീവ് ജോസഫ് MLAയുടെ നേതൃത്വത്തിലുള്ള ദിശാദർശന്റെയും ഇരിക്കൂർ ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ മട്ടിണിയാശാൻ മെമ്മോറിയൽ സ്കൂളിൽ സംഘടിപ്പിച്ച മഹാകവി കുമാരനാശാന്റെ 101ാം ചരമവാർഷിക സ്മൃതി സദസ്സായ ഹാ പുഷ്പമേ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗവും ആക്രമണവും കൂടുമ്പോൾ അതിനെ തടയാനുള്ള ഏറ്റവും ഫലപ്രദമായ ഔഷധമാണ് സംഗീതമെന്നും കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ കൂട്ടിച്ചേർത്തു. എന്തോ മഹാനുഭാവനോ വന്ദനിക്കുക വന്ദനമോ എന്നാണ് പണ്ട് ത്യാഗരാജസ്വാമി എഴുതിയിരിക്കുന്നത്. എത്രയോ മഹാനുഭാവന്മാർ കൂടി ഉണ്ടെങ്കിലും ഒരു പ്രത്യേക അടയാളപ്പെടുത്തലുകളുടെ അമരത്വത്തിലേക്ക് എത്തിച്ചേരുന്ന എത്രയോ മഹൽ വ്യക്തിത്വങ്ങൾ ഇപ്പോഴുമുണ്ട്. അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് മഹാകവി കുമാരനാശാൻ. മഹാകാവ്യങ്ങൾ എഴുതിയവരാണ് മഹാകവി ആവുന്നത്. അങ്ങനെയാണ് അതിൽ ഒരുപാട് നിയമങ്ങളും ഒക്കെ ഉണ്ട്. അതൊന്നും കൂടാതെ ഒരുപാട് ഖണ്ഡകാവ്യങ്ങളുണ്ട്. അതിനെല്ലാം മറികടന്ന് എന്ന ഒരു ശരിക്കും പറഞ്ഞാൽ മാനവ സംസ്കാരത്തെ തന്നെ ഒരു ജീവിതത്തിൻ്റെ തത്വവും സത്യവും ധർമ്മവും നീതിയും എന്താണെന്ന് തൻ്റെ എഴുത്തിലൂടെ ഒരു പുഷ്പത്തെ തൊട്ട് മാത്രം അദ്ദേഹം പ്രവചിച്ച ഒരുപാട് മഹാനുഭാവനായിരുന്നു കുമാരനാശാൻ. അങ്ങനെയാണ് 1922 മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹത്തിന് ഈ മഹാകവി പുരസ്കാരം പട്ടുകളെയും കൂട്ടത്തിൽ ആദരിക്കപ്പെടുന്നു. എത്രയോ കാര്യങ്ങൾ പറയാനുണ്ട്. അതിനൊന്നും ഉള്ള സമയമല്ല ഇപ്പോൾ എനിക്കറിയാം. ഇവിടെ വന്നത് എൻ്റെ ഒരു മഹാഭാഗ്യമായിട്ട് കണക്കാക്കാണ്. സംഘാടകത്വം ഒരു കലയാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂളാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ താളമുണ്ട്. ഈ താളത്തിൻ്റെ അടിസ്ഥാനം ജനഹൃദയങ്ങളുടെ ശുദ്ധതയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു 41 കുട്ടികളെ വെച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഈ അറിവിൻ്റെ എത്ര പറഞ്ഞാലും നമുക്ക് മതി വരാൻ ഒരുപാട് സന്തോഷമുണ്ട്. എത്രയോ സ്കൂളിലും കോളേജുകളിലൊക്കെ ഇഷ്ടംപോലെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും കിട്ടാത്ത ഒരു വല്ലാത്തൊരു സന്തോഷം തീവ്രമാണ്. ഒരു ഉത്സവം ആണ് ഈ ഉത്സവം എന്ന് പറഞ്ഞാൽ. ഉത്സവം എന്ന് പറഞ്ഞാൽ ആനപ്പുറത്ത് എഴുന്നേൽക്കും മറ്റും ഇതൊന്ന് മാത്രമല്ല. ഉത്സവം എന്ന് പറഞ്ഞാൽ മേൽപോട്ടുള്ള ഒഴുക്ക് എന്നാണ് അർത്ഥം. അത് സന്തോഷത്തിനൊരുപ്പാണ് ഈ ഒരു വിദ്യാലയത്തിൽ വന്നത് എനിക്ക് അനുഭവപ്പെടുന്നതാണ്. ചടങ്ങിൽ സജീവ് ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. സണ്ണി ജോസഫ് MLA മുഖ്യ അതിഥിയായി. AEO ഇരിക്കൂർ ശ്രീ ഗിരീഷ് മോഹൻ, ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് PC ഷാജി, പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി P രജനി, സ്കൂൾ മാനേജർ ശ്രീ മട്ടിണി വിജയൻ, വിദ്യാരംഗം കലാസാഹിത്യവേദി കൺവീനർ ശ്രീ KP സുനിൽകുമാർ, പേരട്ട വാർഡ് മെമ്പർ ബിജു വെങ്ങലപ്പള്ളി, കോളിത്തട്ട് വാർഡ് ശ്രീമതി ഇന്ദിര പുരുഷോത്തമൻ, ദിശാദർശൻ ചെയർമാൻ ET ഗോപിനാഥ്, ശാഖാ സെക്രട്ടറി SNDP യോഗം ശ്രീ പുരുഷോത്തമൻ മണലിൽ, കണ്ണൂർ ജില്ലാ വിദ്യാരംഗം അസിസ്റ്റന്റ് കോർഡിനേറ്റർ ബിജു നെടുവാലൂർ, ഹെഡ്മാസ്റ്റർ GHHS ഉളിക്കൽ MP സുനിൽകുമാർ, PTA പ്രസിഡന്റ് രഞ്ജിരാജ്, ആശാൻ മെമ്മോറിയൽ മട്ടിണി ഹെഡ്മിസ്ട്രസ് ശാരിക ബിജു, ദിശാദർശൻ കോർഡിനേറ്റർമാരായ ഡോക്ടർ ബിജു, യാസിര ടീച്ചർ, മുക്സിൻ കാദിയോട് എന്നിവർ സംസാരിച്ചു. ഹാ പുഷ്പമേ സ്മൃതി സദസ്സിൽ കുമാരനാശാന്റെ കൃതികളെ ആസ്പദമാക്കി വിവിധ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കാവ്യശില്പങ്ങളും കലാപരിപാടികളും അരങ്ങേറി.